റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തുകയാണ്. 23ാമത് ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രതിരോധം, വ്യാപാരം, ഊർജ്ജ സഹകരണം, റഷ്യൻ എണ്ണ ഇറക്കുമതി തുടങ്ങി സുപ്രധാന വിഷയങ്ങളാകും ചർച്ചയാകുന്നത്. എന്നാൽ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ചർച്ചയാകുന്ന മറ്റൊന്നുകൂടിയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള പുടിന്റെ കാർ, ഔറസ് സെനാറ്റ് ലിമോസിൻ. വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് കൂട്ടായി ആ കാറും എത്തും. SCO ഉച്ചകോടിക്ക് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുടിൻ രഹസ്യ ചർച്ചയ്ക്കായി വിളിച്ചു കയറ്റിയത് പുടിന്റെ സ്വകാര്യ കാറിനകത്തേക്കാണ്. ലോകത്ത് ഒരു CIA ചാരനും ചോർത്താൻ കഴിയാത്ത രഹസ്യവും സുരക്ഷിതവുമായ ഇടമാണ് പുടിന്റെ ഈ ലിമോസിൻ കാർ. ഇന്ത്യയിലെത്തുന്ന പുടിൻ തന്റെ ഔദ്യോഗിക കാറിലാണ് യാത്ര ചെയ്യുന്നത്. ഇതിനായി റഷ്യയിൽ നിന്ന് കാർ ഇന്ത്യയിലെത്തിക്കും. പലരും ഇതിനെ ചക്രങ്ങളിലെ കോട്ട എന്നാണ് വിളിക്കുന്നത്. റഷ്യയിൽ വികസിപ്പിച്ചെടുത്ത പൂർണ്ണമായും ബുള്ളറ്റ് പ്രൂഫ് ലിമോസിനാണിത്. റഷ്യ സ്വന്തമായി വികസിപ്പിച്ച പ്രസിഡൻഷ്യൽ കാർ വേണമെന്ന് പുടിൻ നിർദ്ദേശിച്ചതിനെ തുടർന്ന് 2013 ആരംഭിച്ച റഷ്യയുടെ കോർട്ടേജ് പ്രോജക്റ്റിന്റെ കീഴിൽ വികസിപ്പിച്ചെടുത്ത ഒരു കവചിത ആഡംബര ലിമോസിനാണ് ഔറസ് സെനറ്റ്. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഔദ്യോഗിക വാഹനമായ ഔറസ് സെനറ്റ് ലിമോസിൻ. ഔറസ് എന്ന പേര് ലാറ്റിൻ ഭാഷയിൽ സ്വർണ്ണത്തെ സൂചിപ്പിക്കുന്ന ഔറം എന്നും റഷ്യയെ സൂചിപ്പിക്കുന്ന റസ് എന്നും ഉള്ള വാക്കുകളിൽ നിന്നാണ് രൂപം കൊണ്ടത്. 2018 പുടിന്റെ 4ാമത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് ഈ വാഹനം ആദ്യമായി അവതരിപ്പിച്ചത്. പഴയ മെഴ്സിഡസ് ബെൻസ് S600 ഗാർഡ് പുൾമാൻ കാറിന് പകരമായാണ് ഔറസ് സെനാറ്റ് ലിമോസിൻ കാർ എത്തിയത്. റഷ്യൻ കമ്പനിയായ ഔറസ് മോട്ടോഴ്സ് ആണ് ഈ കാർ നിർമ്മിക്കുന്നത്. പൊതുജനങ്ങൾക്കും ഈ കാർ ലഭ്യമാണ്. നിലവിൽ ലഭ്യമായ മോഡൽ ഒരു കവചിത L700 ലിമോസിനാണ്. റോൾസ് റോയ്സ്, ബെന്റ്ലി കാറുകളുടെ രൂപഭംഗിയിൽ നിർമ്മിച്ച വാഹനം റഷ്യൻ റോൾസ് റോയ്സ് എന്നും അറിയപ്പെടുന്നു. ഔറസ് സെനാറ്റ് ലിമോസിൻ നിർമ്മിച്ചിരിക്കുന്നത് റഷ്യയുടെ കോർട്ടേജ് എന്ന ആഡംബര വാഹന ശ്രേണിയുടെ ഭാഗമായാണ്. NAMI എന്ന സ്ഥാപനമാണ് ഇത് രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചതും. ആദ്യകാല മോഡലുകളിൽ 4.4 ലിറ്റർ ട്വിൻ ടർബോ V8 എഞ്ചിനായിരുന്നു ഉപയോഗിച്ചത്. ഇത് ഏകദേശം 598 കുതിരശക്തിയാണ് നൽകുന്നത്. 9 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഇതിനുണ്ടായിരുന്നു. ഒരു V12 ഹൈബ്രിഡ് പതിപ്പും വികസിപ്പിച്ചിട്ടുണ്ട്. 0 നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഏകദേശം 6 സെക്കൻഡ് മാത്രമാണ് മതിയാകുന്നത്. പരമാവധി വേഗത മണിക്കൂറിൽ ഏകദേശം 249 കിലോമീറ്ററാണ്. പുടിന്റെ വാഹനം അതീവ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെടിയുണ്ടകളെയും ഗ്രനേഡ് ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ഇത്. വെടിയുണ്ടകൾ, ഗ്രനേഡുകൾ, കനത്ത സ്ഫോടനങ്ങൾ എന്നിവയെ പോലും നേരിടാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ ബോഡിയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഒരു ഓട്ടോമാറ്റിക് അഗ്നിശമന സംവിധാനം, ഒരു ഓക്സിജൻ റീസൈക്കിൾ മൊഡ്യൂൾ, ഒരു പ്രത്യേക അടിയന്തര ആശയവിനിമയ സംവിധാനം എന്നിവയും കാറിന്റെ സവിശേഷതകളാണ്. റൺ ഫ്ലാറ്റ് ടയറുകൾ, 6 സെന്റിമീറ്റർ കട്ടിയുള്ള ബാലിസ്റ്റിക് ഗ്ലാസ്, അടിയന്തര സാഹചര്യങ്ങളിൽ പുറത്തുകടക്കാനുള്ള സംവിധാനം എന്നിവയെല്ലാം കാറിലുണ്ട്. റഷ്യയുടെ ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസ് നിശ്ചയിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കാറിന്റെ നിർമ്മാണം. ഏകദേശം 7 മീറ്റർ നീളവും പല ടൺ ഭാരവുമുള്ള പുടിന്റെ കാർ ഒരു കോട്ട പോലെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാസായുധ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ അധിക ഓക്സിജൻ സംവിധാനവും ഇതിലുണ്ട്. അഗ്നിശമന സംവിധാനം, VR-10 ബാലിസ്റ്റിക്സ് നിലവാരത്തിലുള്ള സംരക്ഷണം നൽകുന്ന കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ എന്നിവയും ഇതിന്റെ പ്രത്യേകതകളാണ്. ഒരു മിനി കമാൻഡ് സിസ്റ്റവും ഇതിൽ ഉൾക്കൊള്ളുന്നു. എന്തായാലും 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുടിൻ ഇന്ത്യയിലെത്തുമ്പോൾ മോദി-പുടിൻ കൂടിക്കാഴ്ച ചർച്ചകൾക്കൊപ്പം തന്നെ പുടിന്റെ ഈ ആഡംബര വാഹനത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാവുകയാണ്.